ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാവി പ്രത്യാശകൾ മുഴുവൻ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിലാണ്. ഈ പ്രത്യാശയാണ് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവമകൻ്റെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളെയും എല്ലാ വിഷമഘട്ടങ്ങളെയും ജീവിതത്തിലെ പറഞ്ഞ് അറിയിക്കുവാൻ കഴിയാത്ത എല്ലാ വൈതരണികളെയും നഷ്ടങ്ങളെയും കഷ്ടങ്ങളെയും നമ്മെ ആത്മീക ജീവിതത്തിൽ നിന്ന് പുറകിലേക്ക് വലിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ലോകത്തിൻ്റെ ജഡീകമായ മോഹങ്ങളെ ഇച്ഛകളെ ഒക്കെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മെ പ്രാപ്തനാക്കുന്ന ഘടകമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിലുള്ള പ്രത്യാശയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് പുനർ ആഗമിക്കുക. അതിൻ്റെ അർത്ഥം വീണ്ടും വരവ് എന്നാണ്. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ്, പുനരാഗമനം എന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എന്നാണ്. അപ്പോൾ ദൈവവചനം പഠിക്കുന്ന പരിശോധിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ച് പഠിക്കുമ്പോൾ സർവശക്തനായ ദൈവം യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ദൈവത്തിൻ്റെ കാര്യപരിപാടികളുടെ നിവൃത്തീകരണത്തിന് വേണ്ടിയായിരുന്നു. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വരവിന് വിവിധ ഘട്ടങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. എന്താണ് ക്രിസ്തുവിൻ്റെ വരവിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്ന ആശയം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനം മുതൽ ഈ ഭൂമിയിലേക്കുള്ള തൻ്റെ മടങ്ങി വരവ് വരെയുള്ള മഹത്വ പ്രത്യക്ഷത വരെയുള്ള യേശുക്രിസ്തുവിൻ്റെ വരവുകളെ ദൈവം വിവിധ ഘട്ടങ്ങളായിട്ടാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. ഈ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ വ്യത്യസ്ത തലങ്ങളെ ഒരു ദൈവ പൈതൽ വളരെ വിവേചിച്ച് കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കി ഒരുങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവവചനപ്രകാരം നാം ഉത്തമന്മാരാകുന്നത്. വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ഭാഗങ്ങൾക്കൊക്കെ മാറ്റം വരുത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി തിടുക്കത്തോടും ഒരുക്കത്തോടും നാം കാത്തിരിക്കുമ്പോൾ സഭയെക്കുറിച്ചുള്ള വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ നിവൃത്തിയാകും. ഇവിടെ സഭ എന്ന് പറയുന്നത് അതൊരു സംഘടനയുടെ കാര്യമൊന്നുമല്ല ഈ പറയുന്നത്. സാധാരണ സഭ എന്ന ആളുകൾ പറയുമ്പോൾ ഒരുപാട് സഭകൾ, സംഘടനകൾ നമ്മുടെ ഇടയിലുണ്ട്. പല പേരുകളിൽ പല ലീഡേഴ്സിനാൽ നയിക്കപ്പെടുന്ന സഭകൾ. സഭ ഈ സംഘടനകളിൽ ദൈവിക കൽപ്പനകളും ദൈവിക പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതത്തിൽ വിശുദ്ധിക്കും വേർപാടിനും മുൻതൂക്കം കൊടുത്ത് കർത്താവിൻ്റെ വരവുങ്കൽ ഒരുങ്ങി കാത്തിരിക്കുന്ന ലോക മോഹ മാലിന്യങ്ങളിൽ നിന്നും ഒക്കെ ആത്മശക്തിയിൽ വിടുതൽ പ്രാപിച്ച് ഒരുങ്ങി കാത്ത് ഇരിക്കുന്നവരുടെ കൂട്ടമാണ് സഭ. അല്ലാതെ ഏതെങ്കിലും ബോർഡിൻ്റെ കീഴിൽ കാണുന്ന സംഘടനയുടെ പേരല്ല സഭ. സംഘടനയ്ക്കകത്താണ് സഭയുള്ളത്. കർത്താവിന് സഭകളില്ല, സഭ മാത്രമേ ഉള്ളൂ.
നമ്മൾ പറയുന്നത് പോലെ നമ്മൾ പല സഭകളെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ കർത്താവിന് സഭകളില്ല, സഭ മാത്രമേ ഉള്ളൂ. ആ സഭ എന്ന് പറയുന്നത് ഒരു പാരമ്പര്യത്തിൻ്റെ കീഴിൽ അണിനിരക്കുന്ന ആളുകളുടെ കൂട്ടമല്ല സഭ. തിരുവചനത്തിൽ സഭ എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ വിശുദ്ധന്മാരുടെ കൂട്ടമാണ് സഭ. ആ സഭയാണ്, ആ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് ഒരുങ്ങി ആവലോടെ കർത്താവിന് വേണ്ടി കാത്ത് ഇരിക്കുന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പുനരാഗമനത്തിൻ്റെ ഒരാമുഖം എന്ന് പറയുന്ന ഈ ടൈറ്റിലിൽ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒന്നാം ഘട്ടം, യേശുവിൻ്റെ അവതാരം സ്വീകരിച്ച് കന്യകയിൽ ജാതനായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം അതെന്താണെന്ന്, എന്തിനു വേണ്ടി ആയിരുന്നുവെന്ന് പുനരാഗമനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ ആദ്യം അത് മനസ്സിലാക്കണം. അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളണം. അതിൻ്റെ അകത്തെ ആത്മീക മർമ്മങ്ങളെ നാം തിരിച്ചറിയുകയും അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിത തലങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത്. ക്രിസ്തുവിൻ്റെ ഒന്നാം വരവ്, ഒന്നാം ഘട്ടം അതെന്തിനു വേണ്ടിയായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പലവിധ ചിന്താഗതികളും ഇന്ന് ലോകത്തിൽ ലഭ്യമാണ്. കഥകൾ മതങ്ങൾ പറയുന്നുണ്ട്, മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ ചിന്താഗതിയിലും മനുഷ്യൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ പഠിപ്പിക്കലുകളാണ്. മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പല മതങ്ങൾ പല കഥകളാണ് പറയുന്നത്. മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്നും മനുഷ്യൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നുവെന്നൊക്കെ. ഈജിപ്ഷ്യൻസിൻ്റെ ഒരു ചരിത്രം പറയുന്നത്, നൈൽ നദിയുടെ തീരത്ത് കാലാകാലങ്ങളിൽ അടിഞ്ഞുകൂടിയ ചെളിക്കകത്ത് ഒരു തരം വെളുത്ത പുഴു രൂപപ്പെട്ടു. ആ പുഴു രൂപാന്തരം പ്രാപിച്ച് അവസാനം മനുഷ്യനായി എന്നാണ്. സയൻസ് പറയുന്നത് മറ്റൊന്നാണ്. മനുഷ്യൻ കുരങ്ങനിൽ നിന്ന് വികാസം പ്രാപിച്ച് മനുഷ്യനായി ഇന്നത്തെ നിലയിലേക്ക് രൂപപ്പെട്ടുവെന്നാണ്. നമ്മുടെ വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. യഥാർത്ഥത്തിൽ വിശുദ്ധ വേദപുസ്തകം മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, മനുഷ്യൻ്റെ ജനനത്തെക്കുറിച്ച്, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നും മനുഷ്യനെ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നിലത്തെ പൊടി കൊണ്ട് നിർമ്മിച്ചു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അത് വിശ്വസനീയമാണ്. കാരണം മണ്ണിലുള്ള മിക്ക മൂലകങ്ങളും മനുഷ്യ ശരീരത്തിലുണ്ട്. മറ്റൊരു വാക്യം പറയുന്നത്, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് നീ മടങ്ങിച്ചേരുമെന്നാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി എന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വന്ന ദൈവത്തിൻ്റെ ജീവശ്വാസം, പുറത്തെ ശരീരം മണ്ണുകൊണ്ടും അകത്ത് ഇരിക്കുന്ന ജീവശ്വാസം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതുമാണ്. അതായത് ഭൂമിയിലെ മണ്ണും ഭൂമിയിൽ നിന്നല്ലാത്ത ഒരു ജീവനും മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ട്. ജീവശ്വാസം അത് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് മണ്ണ് മണ്ണിനോട് ചേരും. കാരണം മണ്ണിൽ നിന്നാണല്ലോ മനുഷ്യനെ എടുത്തിരിക്കുന്നത്. എന്നാൽ മണ്ണിനോട് ചേരാത്ത ഒരു കാര്യമുണ്ട്. അതാണ് അവൻ്റെ ഉള്ളിലെ ആത്മാവ് എന്ന്
ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ ശ്വാസം. അപ്പോൾ ദൈവവചനം പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആദമിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. മനുഷ്യനൊരു വലിയ ഗാഠനിദ്ര വരുത്തി. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടപ്പോൾ, അപ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും മനുഷ്യൻ്റെ മുമ്പിലേക്ക് അയച്ചു. മനുഷ്യൻ അവയ്ക്കിട്ടത് പേരായി എന്നാണ് ബൈബിൾ പറയുന്നത്. മനുഷ്യനാണ് ഭൂമിയിലെ സകല മൃഗജാതികൾക്കും പേരിട്ടത്. എന്നാൽ തനിക്ക് യോജിച്ച ഒരു പങ്കാളിയെ തനിക്കവിടെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്ന് നാം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ദൈവം പറയുന്ന ഒരു പദം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ദൈവം സൃഷ്ടിച്ച സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. അപ്പോൾ ദൈവം മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒന്നെടുത്ത് അതിന് പകരം മാംസം വച്ചു പിടിപ്പിച്ചു. ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാണ് തിരുവെഴുത്ത് കാണുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് മണ്ണിൽ നിന്ന് അവനെ രൂപപ്പെടുത്തി. വിശുദ്ധ തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ ഈ ലോകത്തിലെ സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഏത് രാജ്യത്തിൽ, ഏത് വർഗത്തിൽ, ഏത് വർണ്ണത്തിൽ പെട്ട ഏത് ആളുകളും, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിലാണ് ദൈവം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. എത്ര ശ്രേഷ്ഠമാണ്! ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കലഹങ്ങൾ, ലഹളകൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജാതി വെറി എന്ന് പറയുന്നത് വളരെ പ്രശ്നഭംഗിലമായ പ്രയാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഒട്ടുമിക്ക മനുഷ്യരുടെ ഉള്ളിലും നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ ഘോരമൊക്കെ പറയുന്ന ആളുകളുടെ ഉള്ളിലും രൂഢാമൂലമായി മനുഷ്യൻ്റെ ഉള്ളിൽ ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് വംശീയത എന്ന് പറയുന്നത്, ജാതീയത എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ആർഷഭാരതമെന്നും കേരളത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ വായതോരാതെ സംസാരിക്കുകയും ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ നാട്ടിൽ നിലനിന്നിരുന്ന ജാതി സമ്പ്രദായം എന്ന് പറയുന്നത് പ്രാകൃത മനുഷ്യനെ പോലും നാണിപ്പിക്കുന്നതായിരുന്നുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. നമ്മുടെ കേരളം പോലെ, നമ്മുടെ ഇന്ത്യ പോലെ ഇത്രയധികം ജാതീയ പ്രശ്നങ്ങൾ, ഒത്തുകൂടായ്മ, തീണ്ടൽ, വലിയവൻ ചെറിയവൻ, ജാതി വ്യവസ്ഥകൾ ഏത് മനുഷ്യനെയും നാണം കെടുത്തുന്നതും ഏത് മനുഷ്യനെയും അവൻ്റെ ഉള്ളത്തെ തകർത്ത് കളയുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു